അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു കൊണ്ട് ഈമാനിൻ്റെ വാതിൽ കടന്ന ഓരോ വിശ്വാസിയും ലാ മൗജൂദ ഇല്ലല്ലാ എന്ന അനുരാഗ ലോകത്തേക്കാണ് സഞ്ചരിക്കുന്നത്. ആ ശുദ്ധ തെളിവിനെ തേടിക്കൊണ്ട് നീ ശരീഅത്തെന്ന കപ്പലേറണം. തസവൂഫിൻ്റെ ചുളിവുകൾക്കിടയിലൂടെ മഅരിഫത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അങ്ങനെ ഇറങ്ങും തോറും നിന്നിൽ അസ്റാറിൻ്റെ രസം വന്ന് വിരിഞ്ഞുകൊണ്ട് നീ മയങ്ങി പോകുന്നതാണ്. അങ്ങനെ നീ കണ്ടു കാണാത്തൊരു ആശിഖായി മാറിക്കൊണ്ട് ദുനിയാവിനെ പതിയെ മറന്നുകൊണ്ട് നിൻ്റെ അനുരാഗനാഥനിൽ മതിമറന്നങ്ങനെ ഒരു സൂഫിയായി നിനക്ക് സഞ്ചരിക്കാൻ കഴിയും ഹാജി അബ്ദുർ റസാഖ് മസ്താൻ്റെ വരികളിലൂടെ. ലഘു ലഘുവാതെങ്കിലും ശുദ്ധ തെളിവേ ലോകമിൻ്റെ അടിക്കാണ് ചൂളിവേ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഓടുവേ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഓടുവേ ലഘു ലഘുവാതെങ്കിലും ശുദ്ധ തെളിവേ ലോകമിൻ്റെ അടിക്കാണ് ചൂളിവേ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഓടുവേ. തൊഴിലുകളവൻ്റെ സ്വന്തമെന്നറിഞ്ഞു കഴിവുകളീതിൻ്റെ കർത്താവെന്നറിഞ്ഞു. ആത്മീയ ലോകത്തേക്കുള്ള സഞ്ചാരത്തിന് അല്ലാഹു തആല അമ്പിയാക്കൾ വഴി നമുക്ക് 100 ഏടുകളും 4 കിതാബുകളും നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിജ്ഞാന പാല് നുകർന്നുകൊണ്ട് നീ നിൻ്റെ വിശപ്പ് മാറ്റണമെന്നാണ് സൂഫി നമ്മോട് പറയുന്നത്. വഴികൾ അതാകെ ഒരു 104 വഴികൾ അതാകെ ഒരു 104 വിശപ്പിന്നേക വിജ്ഞാനപ്പാല് ദായിമായി വിളങ്ങും ഒളിവേ ദായിമായി വിളങ്ങും ഒളിവേ ലഘു ലഘുവാതെങ്കിലും ശുദ്ധ തെളിവേ ലോകമിൻ്റെ അടിക്കാണ് ചൂളിവേ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന ഓടുവേ. കലിമയിലാണ്ട് കൗതുകം പൂണ്ട് കാഫ് ഹായ ഐൻ സ്വാദിൽ കണ്ട്. അള്ളാഹുവിൻ്റെ കലിമത്തിലൂടെയുള്ള ഗമനത്തിൽ നിനക്ക് ഒരുപാട് കൗതുകങ്ങൾ കാണാനുണ്ട്. ഖുർആനിൽ മാത്രം കാണാവുന്ന വാക്കുന്നതിനപ്പുറം കാഫ് ഹായ ഐൻ സ്വാദ് കൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും നമ്മുടെ ആത്മാവിനും ഖുർആൻ വഴി എത്തിപ്പിടിക്കാവുന്ന അറ്റമില്ലാത്ത അനുഭവ ലോകത്തേക്കുള്ളൊരു സൂചകമായിട്ടാണ് സൂഫി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കലിമൊഴി പാടുത്ത് അബ്ദുർ റസാഖ് കലിമൊഴി പാടുത്ത് അബ്ദുർ റസാഖ് കരഞ്ഞുള്ള വാക്ക് നെഞ്ചേറ്റെടുക്ക് ഒളിവിന്നൊളിവായി വിളങ്ങും ഒളിവേ ഒളിവിന്നൊളിവായി വിളങ്ങും ഒളിവേ ലഘു ലഘുവാതെങ്കിലും ശുദ്ധ തെളിവേ ലോകമിൻ്റെ അടിക്കാണ് ചൂളിവേ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഓടുവേ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഓടുവേ. വഹ്ദത്തുൽ വുജൂദിൻ്റെ അനന്തവും വിശാലവുമായ കാഴ്ചയിൽ സ്വയം മറന്നുകൊണ്ട് നിർവചിക്കാനാവാത്ത ഹക്കിനെ വിശദീകരിക്കുകയാണ് മൗല ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനും പ്രമുഖ സൂഫി വര്യനുമായ ഗുണകുടി മസ്താൻ. വാസ്തവത്തിൽ നാം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന ഈ ബൃഹത് പ്രപഞ്ചം
അതീവ സുന്ദരവും അതീവ അത്ഭുതവുമാണ്. എന്നാൽ വാസ്തവത്തിൽ നാം കാണുന്ന ഈ പ്രപഞ്ചമല്ല യഥാർത്ഥ പ്രപഞ്ചം. സൂക്ഷ്മമായ ഹഖീഖത്തിൻ്റെ ആധ്യാത്മിക പ്രപഞ്ചത്തിന് മുമ്പിൽ നാം കാണുന്ന ഈ പ്രപഞ്ചം അതീവ നിസാരമാണ്. അഥവാ സൂക്ഷ്മതയാണ് സ്ഥൂലതയേക്കാൾ ബൃഹത്തായത്. വലുതാണ് ചെറുത്, എന്നാൽ ചെറുതാണ് വലുത്. പ്രമിറ്റി ഈസ് എ ബ്യൂട്ടി എന്ന് നാം പറയുന്നത് പോലെ. മുള്ളുമുനയില് 33 കോടി പട്ടണം അടയ്ക്ക് വൈത്താ, அந்த இறையவனுக்கு தலையுமில்லை, அந்த இறையவனுக்கு தலையுமில்லை. முள்ளு முன்னையில 33 கோடி பட்டணம் அடக்கி வைத்தா, அந்த இறையவனுக்கு தலையுமில்லை, அந்த இறையவனுக்கு தலையுமில்லை. முள்ளு முன்னையில 33 கோடி பட்டணம் அடக்கி வைத்தா, அந்த இறையவனுக்கு தலையுமில்லை, அந்த இறையവനിക്ക് തലയുമില്ലേ. അലിഫ് അതിൻ്റെ വാസ്തവത്തെ നാം നോക്കുമ്പോൾ നാം ഈ കാണുന്ന പ്രപഞ്ചത്തിലെല്ലാം നാം 33 കോടി എന്ന അനന്തമായൊരു സംഖ്യത്തിൻ്റെ മേൽ അളവാക്കുന്ന സമയത്ത് അലിഫ് അതിൻ്റെ വാസ്തവത്തെ ഒരു മുള്ളായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ഈ സൃഷ്ടി പ്രപഞ്ചത്തിലെ എല്ലാ എടുപ്പുകളും എല്ലാ വസ്തുക്കളും എല്ലാ പദാർത്ഥങ്ങളുമെല്ലാം ആ അലിഫിൻ്റെ മുകളിൽ നാട്ടി നിർത്തിയതായി നമുക്ക് നിരൂപിക്കാം. അങ്ങനെയെങ്കിൽ ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നാം മനസ്സിലാക്കിയത് കേവലം നാം മനുഷ്യർ പോലെ, നാം സൃഷ്ടികളെപ്പോലെ കേവലം തലയും ഉടലുമുള്ള ഒരു രൂപത്തിലാണോ എന്നാണ് നമ്മോട് ഗുണകുടി മസ്താൻ തൻ്റെ ഈരടികളിലൂടെ ചോദിക്കുന്നത്. മുള്ളു മുന്നയില് 33 കോടി പട്ടണം അടയ്ക്ക് വൈത്താ, அந்த இறையவனுக்கு தலையுமில்லை, அந்த இறையவனுக்கு தலையுமில்லை. முள்ளு முன்னையில 33 கோடி பட்டணம் அடக்கி வைத்தா, அந்த இறையவனுக்கு தலையுமில்லை, அந்த இறையவனுக்கு தலையுமில்லை. அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்துஹு.